ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂവൽ ഫിൽറ്റർ, അതിപ്പോൾ പെട്രോൾ വാഹനമായിക്കോട്ടെ ഡീസൽ വാഹനമായിക്കോട്ടെ, കൃത്യസമയത്ത് മാറിയില്ലെങ്കിൽ എന്തൊക്കെ കംപ്ലയിൻസ് ആണ് നമ്മുടെ വാഹനത്തിൽ ഉണ്ടാകാൻ പോകുന്നത്? അതായത് നമുക്കറിയാം നമ്മുടെ വാഹനം ഓട്ടം കുറവാണെന്നുണ്ടെങ്കിൽ ഫ്യൂവൽ ഫിൽറ്ററൊക്കെ മാറേണ്ട കാര്യമുണ്ടോ? വളരെ കുറച്ചല്ലേ ഓടുന്നുള്ളൂ, പിന്നെ എന്തിനാണ് ഇതൊക്കെ മാറുന്നത് എന്നുള്ള ചോദ്യം സ്ഥിരം കേൾക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. ശരിക്കും നമുക്ക് ഫ്യൂവൽ ഫിൽറ്റർ അത്യാവശ്യമായിട്ട് മാറേണ്ട കാര്യമുണ്ടോ, അതോ പതുക്കെ മാറിയാൽ മതിയോ, കിലോമീറ്റർ ആകുമ്പോൾ മാറിയാൽ മതിയോ എന്ന് ചോദിക്കുന്നവരോടാണ് ഞാൻ ഈ ഒരു ഉത്തരം പറഞ്ഞു തരുന്നത്. അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പോലെ തന്നെ, അതായത് നമ്മുടെ എയർ ഫിൽറ്റർ, എൻജിൻ ഓയിൽ, ഇങ്ങനത്തെ കാര്യങ്ങൾ പോലെ തന്നെയാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂവൽ ഫിൽറ്ററും. ഫ്യൂവൽ ഫിൽറ്റർ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂവലിനെ നീറ്റാക്കാൻ വേണ്ട, അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂവലിനകത്തുള്ള ഇമ്പ്യൂരിറ്റീസിനെ കുറേയൊക്കെ അത് അരിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു യൂണിറ്റാണ് ഫിൽറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഫിൽറ്ററിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ, ഇത് ചെളി എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്യൂവൽ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇമ്പ്യൂരിറ്റീസ് ഒന്നും ഉണ്ടെന്ന് തോന്നത്തില്ല. പക്ഷേ നമ്മൾ ഈ പെട്രോളൊക്കെ ആണെങ്കിൽ ചുമ്മാ ഒന്ന് കയ്യിലോട്ട് ഒഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ടൊന്ന് തൂത്ത് നോക്കിയാൽ ചെറിയ തരിയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം. ഡീസലിന് അത്രയും ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറവായിരിക്കും കമ്പാരിറ്റീവ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഡീസൽ ഞാൻ അങ്ങനെ നോക്കിയിട്ട് എനിക്ക് കണ്ടിട്ടില്ല, കാണുമായിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഇമ്പ്യൂരിറ്റീസ് നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിനിലോട്ട് വന്നു കഴിഞ്ഞാൽ, അങ്ങനെ അതായത് സിലിണ്ടറിലോട്ട് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ സിലിണ്ടറിലോട്ട് വരിക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പെട്രോൾ വാഹനമാണെങ്കിൽ പെട്രോൾ സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. ടാങ്കിനകത്തൊരു പമ്പുണ്ട്, ആ പമ്പ് അതിനെ പ്രഷറൈസ് ചെയ്ത്, അതായത് പെട്രോളിനെ പ്രഷറൈസ് ചെയ്ത് നേരെ ഫ്രണ്ടിലോട്ട് വരും. ഒരു കോമൺ റെയിലുണ്ട്, കോമൺ റെയിലിൽ നേരെ ഇഞ്ചക്ടർ നേരെ സിലിണ്ടറിലോട്ട് സ്പ്രേ ചെയ്യും. ഈ സിലിണ്ടർ വഴി ഈ ഒരു അറ്റമൈസ്ഡ് ഫോമിൽ ഈ പൊടി പോകാനുള്ള ചാൻസസ് കുറവാണ്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ പോകാം. അങ്ങനെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ രീതിക്കെങ്കിലും നമ്മുടെ വാഹനത്തിൻ്റെ സിലിണ്ടറിനകത്ത് തേയ്മാനം വരും. അങ്ങനെ തേയ്മാനം വന്ന് ഒരു ദിവസം കൊണ്ടല്ല, 2 ദിവസം കൊണ്ടല്ല, 1 വർഷം കൊണ്ടല്ല, 2 വർഷം കൊണ്ടല്ല, കാലക്രമേണ നമ്മുടെ വാഹനത്തിൻ്റെ എൻജിൻ പണി വരെ വരാൻ സാധ്യത വളരെ കൂടുതലുള്ള കാര്യമാണ് ഈ പറയുന്ന ഫിൽറ്ററൊക്കെ കൃത്യമായിട്ട് മാറിവിടാത്ത ഒരു കാര്യം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? കൃത്യമായിട്ട് പെട്രോൾ ഫിൽറ്റർ അല്ലെങ്കിൽ ഡീസൽ ഫിൽറ്ററൊക്കെ മാറി വിട്ടോണം. ഫിൽറ്റേഴ്സിന് ഡീസൽ ഫിൽറ്റർ കുറച്ച് വില കൂടുതലാണെങ്കിലും പെട്രോൾ ഫിൽറ്റർ ഈ പറയത്തൊക്കെ വലിയ വിലയൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഡീസൽ ഫിൽറ്റർ മാറേണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഡീസൽ ഫിൽറ്ററും കൃത്യമായിട്ട് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന രീതിക്ക് മാറി വിടേണ്ടതാണ്. പെട്രോൾ വാഹനങ്ങൾക്ക് പൊതുവെ 40,000 കിലോമീറ്റർ അല്ലെങ്കിൽ 4 വർഷമാണ് പറയുന്നത്. ഡീസൽ വാഹനത്തിന് 20,000 കിലോമീറ്റർ അല്ലെങ്കിൽ 2 വർഷമാണ് കൃത്യം പറയുന്നത്. ഈ ഒരു കാലാവധി എപ്പോഴാണോ വരുന്നത് അന്നേരം കൃത്യമായിട്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഫിൽറ്റേഴ്സ് മാറിവിടുകയാണെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ എൻജിൻ ലൈഫ് കൂടുതൽ കിട്ടുന്നതായിരിക്കും. അതായത് കൂടുതൽ കിട്ടുമെന്ന് പറയുമ്പോഴത്തേക്ക് കുറേ നാളെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, എന്നാലും നമ്മൾ സാധാരണ നശിപ്പിച്ച് കളയുന്ന കഴിയും കുറേ നാളും കൂടെ കൂടുതൽ നമുക്ക് ഡ്യൂറബിലിറ്റി കിട്ടും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയം വേണ്ട.